السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. الحمد لله. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാൻ അല്ലാഹു തആല നമുക്ക് നൽകി അല്ലെ. അൽഹംദുലില്ലാ. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമളാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കാൻ, പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് അറിയപ്പെടുമ്പോൾ നല്ലൊരു പൂക്കാലം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഈ ഒരു അവസരത്തിൽ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് നമുക്ക് ഈ റമദാനിൽ നമുക്ക് ഒരുപാട് പറയാനല്ല ഉള്ളത് അല്ലെ, ഒരുപാട് ചെയ്യാനാണുള്ളത്. എന്നാലും നമ്മളെ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് തന്നെ ഓരോ ഓർമ്മപ്പെടുത്തലുകൾ, ഓരോ ഉണർത്തലുകൾ തീർച്ചയായും നമ്മളെ കർമ്മങ്ങളെ നന്നാക്കാൻ, നമ്മുടെ ഈമാനിനെ ഒന്നും കൂടി ഊർജ്ജസ്വലമാക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചും പരിശുദ്ധ ഖുർആനിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ് പഠിച്ച് എക്സാം ഒക്കെ എഴുതി ഒരുപാട് മാർക്കൊക്കെ വാങ്ങിയ ആയത്തുകൾ തന്നെ വീണ്ടും എടുത്ത് ഓരോ സഹോദരിമാർ നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ദിവസം പറയാൻ വേണ്ടിയിട്ട് തയ്യാറായത്, തീർച്ചയായും അതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. നമ്മള് പുതിയത് ഒന്ന് പഠിക്കുന്നതും നേരത്തെ പഠിച്ചത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ മെച്ചപ്പെടുത്തി ഏറ്റവും നല്ല അമല സാലിഹാത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാന് തെരഞ്ഞെടുത്ത ആയത്തെന്ന് പറഞ്ഞാല് സൂറത്തുൽ ബഖറയിലെ 186 ആയത്താണ്. 186 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ്, എന്നാലും ഒന്നും കൂടി നമുക്കത് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നമ്മൾ സൂറത്തുൽ ബഖറയില് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതിനു മുമ്പ് നമ്മള് ഇതുപോലെ അല്ലാഹു തആലന്റെ പരീക്ഷണങ്ങളും ആ ഓരോ കാര്യങ്ങൾ വരുമ്പോ അതിന്റെ ഇടയിൽ സഫാ മർവ ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ല എന്ന ആയത്ത് വന്നപ്പോ ആ സമയത്ത് ഞാന് കുറെ മുമ്പാണ്, ഇപ്പോഴല്ല, പണ്ട് ഈ സൂറത്തുൽ ബഖറ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇതിന്റെ ഇടയിൽ എന്തിനാ ഈ ആയത്ത് കൊണ്ടുവച്ചിനെ, ഈ ആയത്തിന് എന്താ ഇത് ഇത്ര ഇതിന്റെ ഇടയിൽ ഇതെന്താ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത്രയും വിശദമായിട്ട് ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് മീനിങ് പഠിക്കും, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അതേപോലെ ചിന്തിച്ച ഒരായത്തായിരുന്നു ഇത്. പക്ഷെ അന്നൊന്ന് ഇത്രയും ആഴത്തിൽ നമുക്ക് ഒരായത്തിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ പ്രായവും അതുപോലെ നമ്മുടെ ചിന്തകളും എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആയത്ത് വായിക്കും, അർത്ഥം പഠിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീനിങ് എഴുതിയെടുക്കും, പഠിക്കും, പരീക്ഷയിൽ വരും, എഴുതും, ആയത്ത് എഴുതും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് ഇതിനെ ചിന്തിക്കുകയും നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കത് എത്തിച്ചു തരും എന്നുള്ളതിന്റെ ഒരു വലിയൊരു തെളിവാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തഫ്സീർ ക്ലാസ്. സുബ്ഹാനല്ലാഹ്. ഓരോ തവണ ഈ സൂറത്തുകളിൽ ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആയത്തായിരുന്നു. സൂറത്തുൽ ബഖറയിലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാകും, എന്നാലും എനിക്ക് ഭയങ്കര വല്ലാതൊരു ഹൃദയം തട്ടി വന്ന ഒരു ആയത്തായിരുന്നു ഈ 186 ആയത്ത്.
ആ ആയത്തിന്റെ അർത്ഥം ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു ഇത് പറയാം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് നമുക്ക് അറിയാലേ, അള്ളാഹു എവിടെയാണ്? ഒരു പിന്നെ അടിമയായ ഒരു അടിമ സ്ത്രീയോട് പിന്നെ ചോദിക്കുന്നുണ്ടല്ലോ, അയിനല്ലാ. അപ്പോ അവര് പറയുന്നുണ്ടല്ലേ, ഫിസ്സമ, ആകാശത്തിലാണ്, അതാണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ആ സ്ത്രീയെ സ്വതന്ത്രയാക്കാൻ പറയുന്നുണ്ട്. വെച്ചാൽ അത് ഏറ്റവും വലിയ അറിവാണ്. നമ്മളെ അറിവിന്റെ, നമ്മളെ വിശ്വാസത്തിന്റെ, നമ്മളെ അഖീദയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് എന്ത്? അള്ളാഹു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം അള്ളാഹു ആകാശത്താണ് എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെയാണ്? അള്ളാഹു ആകാശത്തിലെ, ആകാശത്ത് എവിടെയാണ്? ഏഴാനാകാശത്ത്, ഉപരിലോകത്ത്, ഏഴാനാകാശത്ത്, അർഷിന്റെ മേലെ, അല്ലെ, കുർസിന്റെ മേലെ, അർഷിന്റെ മേലെ അള്ളാഹു തആല ഉപവിഷ്ടനായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ആകാശം എവിടെയാണ്? നമ്മള് നല്ല ഉയരമുള്ള ബിൽഡിംഗ് എടുക്കാം. നല്ല ഉയരമുള്ള ബിൽഡിംഗ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, അല്ലെ, ദുബായിലുള്ള ബുർജ് ഖലീഫ. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലത്തെ പിന്നെ നിലയിൽ നമ്മൾക്ക് പോയാൽ ആകാശം തൊടാൻ കഴിയുമോ? കഴിയൂല, അല്ലെ. അത്രയും ഉയരത്തിൽ നമ്മൾ പോയാലും നമുക്ക് എന്താക്കാൻ കഴിയുന്നില്ല? ആകാശം തൊടാൻ കഴിയുന്നില്ല, അല്ലെ. ആകാശം മുട്ടയുള്ള പിന്നെ ബിൽഡിംഗ് എന്ന് നമ്മൾ പറയും, പക്ഷെ ആകാശം മുട്ടിയിട്ടില്ല, അല്ലെ. ആ ബിൽഡിംഗ് ഒന്നും തന്നെ ഒന്നാം ആകാശത്തേക്ക് പോലും എന്തായിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ അള്ളാഹു തആല എവിടെ? അത്രയും മേലെയാണ്, അല്ലെ, അത്രയും മേലെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഏഴാം ആകാശത്ത്, ഒന്നാം ആകാശത്ത് പോലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിന്റെ എത്രയോ മേലെയാണ് ആരുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത്, അല്ലെ. അപ്പൊ അള്ളാഹു തആല അങ്ങ് ദൂരെയാ ഉള്ളത്, നമ്മളിൽ നിന്ന് വളരെ ദൂരെയാ ഉള്ളത്, അല്ലെ. നമുക്കിപ്പോ നമ്മളെ വീട്, അല്ലെ, നമ്മളൊരു നല്ല ഹൈറ്റ് ഉള്ള ഒരു തെങ്ങിനെ നമുക്ക് നോക്കുമ്പോൾ ആ നല്ല ഹൈറ്റ്, അല്ലെ, അത് ഇത്രയോ മേലെയാണ്. അങ്ങനെ നമ്മൾ ഉയരം ഓരോന്നും സങ്കല്പിച്ചു നോക്കാം. അപ്പൊ അത് നമ്മൾ ദൂരെയാണ്, അല്ലെ, റബ്ബുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനാണ്, ഉന്നതനാണ്, അല്ലെ, വലിയവനാണ്, എല്ലാറ്റിനേക്കാളും വലിയവനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാവർക്കും വേണ്ട ഉപജീവനങ്ങൾ നൽകുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ എന്താ പറയാ, സിഫാത്തുകൾ, അസ്മാകൾ ഓരോന്നും നമ്മള് പല രൂപത്തിലും നമ്മൾ വിശദമായിട്ട് നമ്മൾ അറിയും, പഠിക്കും, മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ റബ്ബ് അപ്പൊ അത്രയും ഉന്നതനാണ്, മഹാനാണ്, പ്രതാപശാലിയാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അത്രയും വലിയ ആ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു തആല ജിബ്രീൽ എന്ന മലക്കിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു, അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത്? അള്ളാഹുവിന്റെ കലാം, മഹാനായ അത്യുന്നതനായ ലോകങ്ങളുടെ രക്ഷിതാവായ ആ അള്ളാഹുവിന്റെ സംസാരം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ മലക്കുകളിൽ നിന്നും നേതാവായിട്ട്, അല്ലെ, മലക്കുകളുടെ നേതാവായ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. ചിന്തിക്കണേ, ആ ഒരു ചിന്തയോട് കൂടി തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക്, എന്നിട്ട് നമുക്ക് ഈ ആയത്തിലേക്ക് പോകാം. ഈ ആയത്തിലേക്ക് എത്തി നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എന്റെ ഈ ഒരു ആയത്ത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നമുക്കത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളെ റബ്ബുമായിട്ടുള്ള നമ്മളെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്നും നമ്മൾ ഏത് രൂപത്തിലുള്ള അടിമയാണ് എന്നും നമുക്ക് മനസ്സിലാകണം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഫസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ആ മഹത്വം, ഉന്നതി, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് ആ മഹാനായ, ആ ശ്രേഷ്ഠനായ ആ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സെലക്ട് ചെയ്തു, അല്ലെ, തെരഞ്ഞെടുത്ത്. ജിബ്രീൽ അലൈഹിസ്സലാമക്ക് അള്ളാഹു തആല അള്ളാഹുവിന്റെ കലാമ് പറഞ്ഞു കൊടുക്കുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പൊ മലക്കുകളിൽ എന്തായി? ഭയങ്കര ശ്രേഷ്ഠമായ, അല്ലെ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണമുണ്ട്, കണക്കില്ലാത്ത അത്രയും മലക്കുകളുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ബൈത്തുൽ മഅ്മൂറിൽ ഓരോ ദിവസവും തന്നെ 70,000-ലധികം മലക്കുകൾ അവിടെ നിസ്കരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ മലക്കുകൾ അവർ കയറുന്നില്ല. അത്രമാത്രം മലക്കുകളുടെ എണ്ണം നമുക്ക് ഒരിക്കലും എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം ഉണ്ടാവും അവന്റെ മലായിക്കത്തുകൾ.
ആ പിന്നെ എന്താ പറയാ, കണക്കില്ലാത്ത എണ്ണം വരുന്ന ആ മലക്കുകളിൽ ഒരു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്ക് എന്തായി, അള്ളാഹുവിന്റെ കലാം ഏൽപ്പിച്ചപ്പോ അത് ഏറ്റവും ശ്രേഷ്ഠമായി. സുബ്ഹാനല്ലാഹ്. ആ മലക്ക് മുഖാന്തരം അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് ആരിലേക്കാണ്? ഒരു യതീമായി വളർന്ന, അല്ലെ, എഴുത്തും വായനയും പഠിക്കാത്ത, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന, കച്ചവട യാത്രകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ പരിശുദ്ധ കലാം, അള്ളാഹുവിന്റെ സംസാരം അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ എത്തിച്ചപ്പോ ലോക മനുഷ്യരിൽ എന്തായി? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശ്രേഷ്ഠനായില്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായില്ലേ? ഹബീബായില്ലേ? സുബ്ഹാനല്ലാഹ്. എന്താ കാരണം? ആ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ആ പരിശുദ്ധ കലാമ് അള്ളാഹു ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതിന്റെ ഫലമായിട്ട്. സുബ്ഹാനല്ലാഹ്. ഇത് എവിടുന്നാ വരുന്നത്? ഏഴാനാകാശത്തു നിന്നല്ലേ, അങ്ങ് ഉയരത്തിൽ, അങ്ങ് ദൂരെ നിന്നാണ് എന്ത് വരുന്നത്? ഈ അള്ളാഹുവിന്റെ കലാമ് ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് എത്തി. ആ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി. അതോടുകൂടി ആ നാട് തന്നെ ശ്രേഷ്ഠമാകുകയാണ് അല്ലെ? ആ മക്ക എന്ന് പറയുന്ന ആ നാട്, സുബ്ഹാനല്ലാഹ്, ലോകത്തുള്ള മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, എന്നും എല്ലാവരാലും സജീവമാക്കപ്പെടുന്ന, അല്ലെ, എല്ലാ സമയത്തും പല നാടുകളിൽ നിന്നും ആളുകൾ കൊണ്ട് എന്താ പറയാ, തിങ്ങി നിറയുന്ന വേറെ ഒരു ശ്രേഷ്ഠതയില്ല. അവിടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലാതെ. അങ്ങനെ അള്ളാഹു ഈ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം ഇറങ്ങി ആ നാടെന്തായി? അതിശ്രേഷ്ഠമായി. സുബ്ഹാനല്ലാഹ്. അത് ഇറങ്ങിയത് ഏത് മാസത്തിലാണ്? പരിശുദ്ധ റമദാൻ മാസത്തിൽ. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ആ മാസം മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായില്ലേ? അതിറങ്ങിയ രാവ് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾക്ക് അറിയാം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുമ്പോ നിങ്ങൾ അതൊന്നും മൈൻഡിൽ ആ ഒരു ഇത് വാല്യൂ നിങ്ങൾ എടുക്കണേ. അള്ളാഹുവിന്റെ മഹത്വം ഓർമ്മിക്കുക, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത ഓർമ്മിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത ഓർമ്മിക്കുക, മക്ക രാജ്യത്തിന്റെ റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദറിന്റെ. സുബ്ഹാനല്ലാഹ്. ഇതിൽ നമുക്കെന്താ റോളുള്ളത്? ഈ ശ്രേഷ്ഠതകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് എത്തിയത് എങ്ങോട്ടേക്കാണ്? ഈ ഒരു സെലക്ഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മക്ക രാജ്യത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ റമദാനിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈലത്തുൽ ഖദറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഇതിൽ നമുക്കും ഇല്ലേ ഒരു ചെറിയൊരു അവകാശം അല്ലെ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തില്ലേ? ഒരു ചെറിയൊരു തെരഞ്ഞെടുക്കലല്ലേ? അൽഹംദുലില്ലാ. ചെറുതല്ല, വലിയൊരു തെരഞ്ഞെടുപ്പ് അല്ലാഹു തആല തന്നില്ലേ നമുക്ക്? ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ആദരവ് നൽകിയിട്ടുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ആദരവും മഹത്വവും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ റമദാനിനും പരിശുദ്ധ മക്കൾക്കും നൽകിയിട്ടുണ്ടെങ്കിൽ, ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടിട്ട് അതിനെ പഠിക്കാൻ, അതിനെ പഠിപ്പിക്കാൻ, അതിനെ കേൾക്കാൻ നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാ. നമ്മൾ എത്ര നാൾ സ്തുതിക്കണല്ലേ? ഈ പരിശുദ്ധ ഓരോ റമദാൻ കടന്നു പോകുമ്പോഴും നമ്മളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തല്ലേ? എത്ര ആൾക്കാർ ഈ ദുനിയാവിലെ മനുഷ്യന്മാർ, കോടാനുകോടി മനുഷ്യന്മാരുണ്ടല്ലേ? അതിൽ നിന്ന് അള്ളാഹിന്റെ കലാമ് പഠിക്കാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തില്ലേ? അൽഹംദുലില്ലാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെപ്പോഴും റബ്ബിന് ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ ഒരുപാട് അള്ളാഹ്ക്ക് സ്തുതി കൊടുക്കണം. കാരണം നമുക്ക് അല്ലെ ഈ ഖുർആൻ ഇതിനെ നമുക്ക് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ സ്വീകരിക്കാൻ, സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ, മനഃപ്പാഠമാക്കാൻ, ഓതിക്കൊണ്ടിരിക്കാൻ, നിസ്കാരത്തിലല്ലാതെ ഒക്കെ ഓതാൻ. അൽഹംദുലില്ലാ. ആ റബ്ബ് അല്ലെ, ഏഴാനാകാശത്ത് അങ്ങ് ഉപരി ലോകത്തുള്ള ആ റബ്ബ്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ആയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അറാബികളായ, അതായത് അങ്ങനെ വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചില ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ റബ്ബ് അങ്ങ് വളരെ അടുത്താണോ അതല്ല ദൂരത്താണോ? അടുത്താണെങ്കിൽ നമുക്ക് എന്താക്കാം, മെല്ലെ ചോദിച്ചാൽ മതിയല്ലോ. ദൂരെയാണെങ്കിൽ നല്ല ഒച്ചത്തിൽ ചോദിക്കണ്ടേ? എന്നാൽ അവർക്ക് അത്ര അറിവില്ല. അതുകൊണ്ട് അവർ അങ്ങനെ ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറയുന്നത്? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. ഫസ്റ്റ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഒന്ന് എടുത്തു നോക്കിയാട്ടെ. വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ അല്ലെ, ഇബാദി, എന്റെ അടിയാറുകൾ, അന്നീ, എന്നെ കുറിച്ച്, ഫഇന്നീ ഖരീബ് അല്ലെ. ഇപ്പം പറയാ എന്താ, ഫഇന്നീ, ഞാൻ എന്താണ്, ഖരീബ്, ഏറ്റവും അടുത്തുണ്ട് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അള്ളാഹു ഉപരി ലോകത്തിലെ ഏഴാനാകാശത്ത്. ഒന്നാം ആകാശം തന്നെ നമുക്ക് വളരെ 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 ദൂരെയാണ് അല്ലെ. അതിന്റെ അപ്പുറത്ത് ഏഴാനാകാശത്ത് അർശിൽ ഉപവിഷ്ടനായിരിക്കാണ് റബ്ബ്. പക്ഷെ ആ റബ്ബ് തന്റെ അടിയാറുകളോട് എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാല് നീ പറയണം റസൂലല്ലേ, എന്താ പറയേണ്ടത്? ഫഇന്നീ ഖരീബ്, ഞാൻ എന്താണ്, വളരെ അടുത്തന്നുണ്ട്, സമീപസ്ഥനാണ്. സുബ്ഹാനല്ലാഹ്. ഈ റബ്ബിന്റെ ആ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും അത് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സത്യത്തില് പരിശുദ്ധ റമളാനിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആയത്ത് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം, അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ തുടങ്ങി നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് അല്ലാഹു തആല എന്ത് പറയുന്നത്? ഈ ഒരു ആയത്ത് പറയുന്നത് അല്ലെ. അപ്പം നോമ്പ്, അതിനുശേഷം വീണ്ടും അടുത്ത ആയത്ത് എന്താണ്? നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ തന്നെയാണ് പറയുന്നത്. അതിന്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് കൊടുത്തത്. അപ്പൊ തീർച്ചയായും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ ഒരു ആയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ അല്ലാഹു തആലന്റെ ഖദർ എന്താ പറയാ, എന്നോട് ശരിക്കും ഞാൻ ഈ ഒരു ആയത്ത് പറയണം വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആദ്യമേ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും പിന്നെ എന്താ പറയാ, ഈ ഒരു ആയത്തിലേക്ക് എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സൊരു എന്താ പറയാ, ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാനിങ്ങനെ അതുവേണ്ടി നമ്മൾ എന്തായാലും ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ. ആ സമയത്താണ് മോന് ഒരു പനി എന്ന് വെച്ചാല് എന്താ പറയാ, അത്രയും ശക്തമായ പനി, ഇങ്ങനെ പിടിച്ചാ കിട്ടുന്നില്ല, ആ രീതിയിൽ അങ്ങനെ ചുട്ടു പൊള്ളുന്നെന്ന് പറയൂലേ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന, അള്ളാഹ് എന്നോട് പറയുന്നത്, നീ എന്നോട് ചോദിക്ക്, നീ ദുആ ചെയ്യ്, നീ നല്ലോണം ദുആ ചെയ്യ്, നീ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന മുമ്പ് നീ എന്റെ സാമീപ്യം നീ മനസ്സിലാക്കുന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാല്.
പ്രാർത്ഥിക്കാൻ ഇങ്ങനെ റബ്ബ് എനിക്കൊരു അവസരം തന്നിട്ട് നീ ആദ്യം ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്ക്, എന്നിട്ട് നീ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത്രയും. പിന്നെ ഞാനിങ്ങനെ, നമ്മൾ എന്തിലേക്കാണ് നമ്മൾ തവക്കുൽ ചെയ്യുന്നത്? നമ്മളെ മരുന്നിലാണോ, അല്ലെ ഡോക്ടർക്കാണോ, ഹോസ്പിറ്റലിലാണോ? ശരിക്കും നമുക്ക് വരുമ്പോ ചിലപ്പോ നമ്മളെ റബ്ബിനെ തന്നെ ചിലപ്പോ, പക്ഷെ മക്കൾക്കെല്ലാം ആവുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 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 വ്യത്യാസമാണല്ലോ. നമ്മൾ എങ്ങനെയെങ്കിലും വേഗം എവിടെയെങ്കിലും കൊണ്ടുപോകാം അങ്ങനെ ചിന്തിക്കും. പക്ഷെ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു ക്ഷമ അള്ളാഹു തന്ന്. റബ്ബ് എന്നോട് പറഞ്ഞു, നീ ദുആ ചെയ്, നീ പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം തരാ എന്ന് പറയുന്ന പോലെ റബ്ബേ അങ്ങനെ പ്രാർത്ഥിച്ച്, എന്താ പറയാ, എന്തൊക്കെയോ ഇങ്ങനെ ഒരു മനസ്സിൽ നിന്ന് ഇങ്ങനെ കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വല. വെച്ചാൽ ഓരോ ആയത്ത് നമ്മൾ എടുക്കുമ്പോ ഇപ്പോ നമ്മളെ മനസ്സിലൊരു നിയത്തുണ്ടല്ലേ, ഇൽമ് അമലാക്കണം, നമുക്ക് കിട്ടിയ അറിവ് അത് പ്രാവർത്തികമാക്കണം, പ്രാക്ടിക്കൽ ആക്കണം. അപ്പോ അള്ളാഹ് ഒരു അവസരം തരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓരോ സന്ദർഭത്തിലും ഓരോ ആയത്തുകളും നമ്മൾ ഇഷ്ടപ്പെട്ട് അതിനെ നമ്മളൊന്ന് ഇൽമിറ്റു അമലാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ റബ്ബ് തരുന്ന പോലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരു വിശ്വാസിക്ക് എല്ലാ ഖൈറാണ്. ആ രീതിയിൽ തന്നെ അള്ളാഹു തആല നമുക്ക് ചിന്തിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും, അല്ലെ, അള്ളാഹുവിന്റെ വിധിയിൽ ആ റിള, അത് തൃപ്തികരമായ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഈ ഒരു ആയത്ത് പറയുമ്പോ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ഭാഗം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അത് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവിലെ ഇതുപോലെ ഇരിക്കാന്ന് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. രാവിലെ 7 മണിക്കല്ല, ഇൻഷാ അല്ലാഹ് 11 മണിയാന്ന് തോന്നുന്നു സമയം കൊടുത്താൽ. അത് അറിയിക്കും കേട്ടോ, ഗ്രൂപ്പിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ട് ആയത്തുകൾ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയ ആയത്തുകൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ തീർച്ചയായും എല്ലാവരും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണ്. കാരണം ഓരോരുത്തർക്കും പറയാനുള്ളതുണ്ടല്ലോ, വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഒരായത്ത് ഈ ഒരു ആയത്ത് പറയണമെന്ന് ഞാൻ എന്നോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അള്ളാഹു തന്ന അനുഭവം എന്നെ വേറെ രീതിയിൽ അള്ളാഹു താല ചിന്തിപ്പിച്ച്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, റബ്ബിന് ഒരുപാട് സ്തുതി. അൽഹംദുലില്ലാഹ്. അപ്പൊ റബ്ബ് നമ്മളോട് എന്താണ്, വഹുവ മഅക്കും ഐനമാ കുന്തും, അല്ലെ? സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല ആകാശത്ത് അർശിൽ ഉപവിഷ്ടനാണെന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലെ, എന്ത്, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ എന്താണല്ലേ, യാ അബദി, എന്താണ് എന്റെ അടിമേ, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് നമ്മളെ റബ്ബ് ഫഇന്നീ ഖരീബ്, ആ ഖരീബ് പറയുമ്പോ ഒന്നും ഇങ്ങനെ മനസ്സിലും വിചാരിച്ച റബ്ബ് നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹ്, ആ റബ്ബിനെ നമ്മൾ വിളിക്കാം. ആ റബ്ബിനെ വിളിക്കുന്നതിൽ നമ്മള് ഒരു ഇത് കുറവ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനില് ഇപ്പൊ നമ്മൾ നോമ്പിന്റെ ആയത്തുകളുടെ ഇടയിൽ അല്ലാഹു തആല ഈ ആയത്ത് കൊടുത്തപ്പോ അവിടെ തഫ്സീറിൽ പറയുന്നുണ്ട്, അറിയോ, പ്രാർത്ഥനക്ക് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് നോമ്പുകാരന്റെ, അല്ലെ? ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്ത്, നോമ്പുകാരനായിരിക്കെ ദുആ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോമ്പിലാണുള്ളത്, അല്ലെ? പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ നോമ്പിലാണ്. അപ്പൊ അതിന്റെ ഏത് സമയത്ത് ചോദിക്കുന്ന പ്രാർത്ഥനക്കും എന്തുണ്ട്, ഉത്തരണ്ട്. തള്ളപ്പെടൂല എന്നാ പറഞ്ഞത്, ഒരിക്കലും തള്ളപ്പെടൂല, അതിന് ഉത്തരം ലഭിക്കാതെ പോകൂല. അത് ഏത് പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ചില പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും, അല്ലെ, അതെന്താ, അത് ഞാൻ കുറെ കാലമായാലോ ഇങ്ങനെ ചോദിക്കുന്നു, എനിക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ. ഒരിക്കലും വിചാരിക്കണം നമുക്ക് കിട്ടിയിട്ടില്ലയോ എന്നുള്ളത്, അല്ലെ? അതിലൊരു ഉദാഹരണം പറയുന്നത് എന്താ വെച്ചാല്, ചെറിയ കുട്ടി ഒരു തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നു. നല്ല വെടിവെച്ചാൽ ആളെ കൊല്ലാൻ കഴിയുന്ന ഒരു തോക്ക് വേണം എന്നിട്ട് കരയുമ്പോ നമ്മള് കുട്ടിക്ക് തോക്ക് വാങ്ങിക്കൊടുക്കോ? അറിയാതെ എങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചത്തുപോയില്ലേ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ കുട്ടിക്ക് ആ തോക്ക് എന്തല്ല, അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം, ഇഷ്ടം, അതിനോട് വല്ലാത്തൊരു ഇഷ്ടം കൊണ്ട് ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു വാശി പിടിക്കുന്നു. പക്ഷെ നമ്മൾ എന്താക്കൂല, മാതാപിതാക്കളായി നമ്മള് കൊടുക്കൂല, അല്ലെ? കത്തി, തോക്ക്,
അങ്ങനെയുള്ള അപകടം പറ്റുന്ന സംഭവങ്ങളൊന്നും നമ്മൾ അവർക്ക് കൊടുക്കൂല. എന്തുകൊണ്ടാ? അവരെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഇത് പറ്റൂല, ഇത് കൊടുക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. അതിന് പകരം നമ്മൾ എന്താക്കും? വേറെ എന്തെങ്കിലും കൊടുക്കൂലേ തൽക്കാലം. അതുപോലെ വിചാരിച്ചാൽ മതി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കുന്നത്. അത് ഇപ്പൊ നമുക്ക് തരാനായിട്ടില്ല. എന്നാ ആ കുട്ടി വളർന്ന് വലുതായി ഇല്ല അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കൂല? അത് തടയൂല അല്ലെ? അത് കൊടുക്കും. അതിന് നമുക്ക് എന്തില്ല? വിരോധമില്ല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നമുക്ക് ഓരോന്നും തരാൻ അള്ളാഹു തആല ഒരു പ്രായം, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു റിഫ്ലക്ഷനിൽ ഒരാൾ പറയുന്നില്ലേ, പക്ഷേ ചില കാര്യങ്ങള് കുറെ മുമ്പ് ചോദിച്ചിട്ട് ഇപ്പോഴാണ് അതിന് ഉത്തരം. സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴാണോ നമുക്കത് കിട്ടാൻ അവസരം അല്ല സമയമായത്. നമ്മളെ സമയം നമുക്കത് അതിനെ പാകപ്പെടുത്താൻ നമ്മളെ റബ്ബ് ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചതൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ചിലപ്പോ അത് ഈ ദുനിയാവിന്നേ കിട്ടൂല. ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ ദുനിയാവിന്നേ തരൂല. അത് നമുക്ക് അല്ലാഹു തആല പരലോകത്ത് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും കൊതിച്ചു പോകുമ്പോൾ ദുനിയാവിന്ന് ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടാതെ പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മള്, അതായത് ഈ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാ. നമ്മളുടെയും നമ്മളോട് ആവശ്യപ്പെട്ടവരുടെയും ആവശ്യപ്പെടാതെ പ്രയാസപ്പെടുന്നവരുടെയും എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു സമയം കണ്ടെത്തുക, കുറച്ച് സമയം ഒഴിഞ്ഞു മാറിയിരിക്കുക, റബ്ബിനോട് ദുആ ചെയ്യാം. ചോദിച്ചാലേ തരുമല്ല അല്ലെ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അല്ലാഹു തആല അതാ പറഞ്ഞത്. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്ത്, വിളി, പ്രാർത്ഥനക്ക്. അദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ, വിളിക്കുന്നവൻ, അള്ളാനെ വിളിക്കുന്ന ആള്, അള്ളാഹ് ചോദിക്കുന്ന ആളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഇദാ ദഅൻ, അവൻ എന്നോട് അല്ലെ ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ, അവന്റെ പ്രാർത്ഥിക്കുന്നവന്റെ ആ പ്രാർത്ഥനക്ക് വിളിക്ക് ഞാൻ ഉത്തരം നൽകാം. ഞാൻ ഉത്തരം നൽകും. നൽകും എന്നാ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ ചോദിക്കണം അല്ലെ? നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമുക്കതിലൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വേറൊരു കാര്യം കൂടി ഈ ഒരു ആയത്തിൽ പറയുന്നത്, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അതായത് നമുക്ക് സൂറത്തുൽ ബഖറ പഠിക്കുന്നവരാണല്ലോ, നൂറ സദരിയിലെ അല്ലെ സൂറത്തുൽ ബഖറ ക്ലാസ് കേൾക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആരെങ്കിലും ഇതുവരെയായിട്ട് സൂറത്തുൽ ബഖറ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ തീരുമാനം എടുത്തോ, നൂറ സദരീന്റെ കൂടെ ചേർന്നോ, ബഖറ പഠിച്ചു തുടങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. തുടക്കം മുതൽ കേൾക്കാൻ അവസരമുണ്ട്, യൂട്യൂബിൽ ലിങ്ക് ഉണ്ട് അല്ലെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നവരിൽ സൂറത്തുൽ ബഖറ പഠിക്കാത്തതുണ്ടെങ്കിൽ എന്തായാലും പഠിക്കാൻ ചേരണം. കാണാതെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലാതെ തഫ്സീറോ എങ്ങനെയാ നിങ്ങൾ അത് മനസ്സിലാക്കണം അല്ലെ. ആ പ്രകാശം, സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും രണ്ട് പ്രകാശങ്ങളാണ്. ആ പ്രകാശം നമ്മളുടെ ജീവിതത്തിലേക്ക് വരണ്ടേ? അതിന് നമ്മളിത് പഠിക്കാൻ തയ്യാറാകണം. തീരുമാനം എടുത്തോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഈ സൂറത്തുൽ ബഖറയിൽ ഇടയ്ക്കിടയ്ക്ക് യെസ് അലൂനൊക്കെ കാണാം അല്ലെ. ഹിഫ്ദ് പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഓതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകുന്നത് ഈ ഭാഗങ്ങളായിരിക്കും. യെസ് അലൂനൊക്കെ കുറെ വരുന്നതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ ഓതുമ്പോൾ വേറെ എവിടേക്കെങ്കിലും യെസ് അലൂനൊക്കെ ഒരു 5-6 പ്രാവശ്യം യെസ് അലൂനൊക്കെ വരുന്നുണ്ട്, ആയത്തുകളുടെ ഇടയിലായിട്ടും തുടക്കത്തിലൊക്കെ ആയിട്ട്. യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക അനിൽ യതാമ, യസ്അലൂനക അനിൽ മഹീൽ, ഇങ്ങനെ കുറേ ആയത്തുകളുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ശേഷം ഖുൽ എന്നുള്ള ആയത്തിലാണ് തുടങ്ങുന്നത്. അതായത് ഖുൽ, നബിയെ പറയുക, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അവരിങ്ങനെ നിന്നോട് ചോദിക്കുക, അപ്പൊ നീ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഖുൽ 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 എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലും അല്ലാതെ വേറെയും കുറേ സൂറത്തുകളിൽ ഉണ്ട് കേട്ടാ. ബഖറയിൽ തന്നെ കുറേ തവണ വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഖുൽ എന്നുള്ള ഒരു ഇതിലാണ് അടുത്ത ആ ആയത്തിന്റെ അത് നീ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് അള്ളാഹു ആ ഒരു ചോദിക്കുന്ന ആ കാര്യത്തിനെ പറ്റിയിട്ട്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സുബ്ഹാനല്ലാഹ്, ഇവിടെ അതില്ല. അതായത് ഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ. യസ്അലൂനക പോലെ തന്നെ മറ്റൊരു വാചകമാണിത് അല്ലെ. നമുക്കറിയാലോ, എല്ലാത്തിന്റെ റൂട്ട് വേർഡ് പഠിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ അവര് നിന്നോട് ചോദിച്ചാൽ അപ്പൊ നീ പറയണം. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തിൽ ആ കൊല്ലില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അവിടൊക്കെ ചോദിച്ചത് ഒരു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നതാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അതെന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ കാര്യം എന്ന് പറഞ്ഞാല് ആ സ്പോട്ടിലുള്ള കാര്യം. അതായത്
ഇവിടെ നേരിട്ടാണ് ഈ ഒരു ആയത്തിലൂടെ തന്നെ അള്ളാഹു താല നമുക്ക് എന്താണെന്നറിയാം മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ നമ്മള് ഒരാളോട് ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുന്നു, എന്നിട്ട് ഇപ്പൊ റഷീദത്താനോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ റഷീദത്ത എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് റഷീദത്ത വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്ത് ഒരാൾ വന്നല്ലേ, നമുക്കിടയിൽ ഒരാൾ വന്ന് ഇപ്പൊ എന്നോട് ഒരാൾ സംശയം ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്നു, അപ്പൊ എനിക്ക് അത് അറിയില്ല, അപ്പൊ ഞാൻ എന്താക്കുന്നു വേറൊരാളോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു വ്യത്യാസമുണ്ട് അല്ലെ. നേരെ മറിച്ച് ഇപ്പം ഡയറക്റ്റ് എന്നോട് ചോദിക്കും, ഞാൻ തന്നെ ഉത്തരം കൊടുക്കുന്നു, അത് ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബന്ധത്തെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മളും റബ്ബും തമ്മിലുള്ള ആ ബന്ധം. സുബ്ഹാനല്ലാഹ്. നമ്മളും റബ്ബും, ഇതിന്റെ ഇടയിൽ വേറൊരാൾ ആവശ്യമില്ല എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ആവശ്യം പോലും ഇല്ല. അതാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞു തന്നിട്ടുള്ളതിൽ. എന്നിട്ടും മനുഷ്യന്മാർ ദുർബലരായിട്ട് വിശ്വാസത്തിൽ ദൗർബല്യം കൊടുത്തിട്ട് അള്ളാഹു അല്ലാത്ത ആളുകൾ അതിനിടയിൽ കൊണ്ടുവരുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശരിക്കും ഇതൊരു തൗഹീദും കൂടി സ്ഥാപിക്കുന്നു. ഏകനായ റബ്ബിനെ, റബ്ബ് നമ്മളോട് ഏറ്റവും അടുത്ത് നീ ചോദിക്കാൻ ഇനി വേറെ അതിന്റെ ഇടയിൽ ഒരാളെ കൊണ്ടുവരണ്ട. നീ ചോദിച്ചാ മതി, ഡയറക്റ്റ് നീ ചോദിച്ചാ മതി. പക്ഷെ എന്താക്കണം, ചോദിക്കണം അല്ലെ. ഇതാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ. ആ ദാഇ ആകണം നമ്മൾ അല്ലെ. അത് മാത്രല്ല വേറൊന്നും കൂടി പറയുന്നുണ്ട്. എന്താ അറിയോ, ഇതാ സഅലക ഇബാദി. ആ ഇബാദ് എന്നുള്ള ആ വാക്കുണ്ടല്ലോ, എന്റെ അടിമ അല്ലെ, എന്റെ അടിമ. നമ്മൾ പഠിച്ചതാണ് ഇത്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, ചിലപ്പോ ചിലരൊക്കെ മറന്നിട്ടുണ്ടാവും. അബീദും ഇബാദും തമ്മിലുള്ള വ്യത്യാസം. അബീദ്, ഇബാദ് ഇതെല്ലാം എന്താ അർത്ഥം? അടിമാന്ന് തന്നെയാണ് അല്ലെ, അള്ളാന്റെ അടിമാന്ന് തന്നെയാണ് അല്ലെ. പക്ഷെ അബീദും ഇബാദും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാരും അബീദാവും എന്ന് പറയും. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്താണ്, അള്ളാന്റെ അബീദാണ്. എന്നാ അള്ളാഹുവിന്റെ ഇബാദുള്ളയാകണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇബാദുള്ളയാണോ അതല്ല അബീദുള്ളയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കണം. അതിനതെന്താന്ന് അറിയണ്ടേ അല്ലെ. നമ്മളും റബ്ബും തമ്മില്, അതായത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അബീദ് എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും അടിമ, അതായത് അള്ളാഹുവിന് അള്ളാഹു താല നമുക്ക് ഈ ദുനിയാവില് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അല്ലെ. നമ്മളെ മനുഷ്യരെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദുനിയാവിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ അടിമത്വം എന്ന ആ ഒരു കാര്യത്തെ സ്വയം തിരഞ്ഞെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളെല്ലാ കാര്യങ്ങളും റബ്ബിന് വേണ്ടി കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറായ ഒരാളാണെന്ത്? ഇബാദ്, അള്ളാന്റെ ഇബാദ് അല്ലെ. ഇബാദുള്ള എന്താണ്, ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹു താല പറയുന്നില്ലേ, ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരമകാരുണികനായ റബ്ബിന്റെ ഇബാദുകളെ കുറിച്ച് അള്ളാഹു താല പറയുന്നുണ്ട്. നിങ്ങളുണ്ടല്ലോ ഖുർആൻ ഓതുമ്പോ ഈ ഇബാദ് വരുന്ന ആയത്തുകൾ എവിടെങ്കിലും കണ്ടാലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കണേ. അതുപോലെ യസ്അലൂനക്കയും പറ്റുമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇബാദും ഇബാദുള്ള ഇബാദി അങ്ങനൊക്കെ വരുന്ന ആയത്തുകൾ നിങ്ങൾ എന്താക്ക ഒന്ന് നോക്കാൻ ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഓതുമ്പോ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് തന്നെ ഓതാ. ഇബാദ് കാണുമ്പോ ഒന്ന് നോക്കാന്ന് വെച്ചാല് അർത്ഥം എടുത്തിട്ട് നോക്കാൻ, ഖുർആനിൽ ആ അർത്ഥം ഒന്ന് പരിശോധിക്കാൻ. നമ്മള് ആ രൂപത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട അടിമകളാകുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ റബ്ബിന്റെ ആരാണ് എന്ന് നമ്മളൊന്ന് വിലയിരുത്താം. അങ്ങനെ നമുക്കത് മനസ്സിലാകുമ്പോ നമ്മൾ റബ്ബുമായിട്ടുള്ള നമ്മളെ ബന്ധത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുമ്പോഴാണ്
ശരിക്കും നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മളെ ഹൃദയം തൊട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബിലേക്ക് എത്താൻ ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണമെങ്കിൽ നമ്മൾ എന്താകണം? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളാകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് റമദാൻ 3 പിന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ വരുന്ന ആയത്ത് ഈ ഒരു ആയത്ത്, അതായത് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ എന്നുള്ള ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ബഖറയിലെ ആയത്ത് തന്നെയാണ്. ചില അത് ആ ഒരു സമയത്ത് ഞാൻ പറയാം. ശരിക്കും പരിപൂർണമായി കൊണ്ട് നമുക്ക് ഇസ്ലാം സ്വീകരിക്കാന്നല്ല, അള്ളാഹുവിൽ കീഴൊതുങ്ങാൻ, അള്ളാഹുവിന്റെ ഇബാദുകളാകാൻ, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും എല്ലാം മാറ്റി നിർത്തി റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതം ക്രമീകരിക്കുമ്പോൾ, അങ്ങനെയുള്ളവർ ദുആ ചെയ്യുമ്പോഴാണ് അല്ലെ, അങ്ങനെയുള്ളവരോടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ഫഇന്നി ഖരീബ്, എന്റെ ഇബാദുകൾക്കാണ് അള്ളാഹു എന്തുള്ളത്? സമീപസ്ഥനായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ ഉജീബു ദഅവത ദാഇ, ആ ദാഇന്റെ ദഅവത്തിനാണ് അല്ലാഹു തആല എന്ത് നൽകുന്നത്? ഉത്തരം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മൾ യഥാർത്ഥ ദാഇകളാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെട്ട, എന്ത് ചോദിച്ചാലും ഉത്തരം തരാന്ന് പറഞ്ഞ ആ ദായികൾ, ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശ്രമിക്കാം. ഈ റമദാൻ നമ്മളെ അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അടിമകളായി അള്ളാഹു തആല ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ അവന്റെ ഇഷ്ടപ്പെട്ട ആളായിട്ട്, അവന്റെ ആ ഖരീബായിട്ടുണ്ട് അല്ലെ, അവന്റെ അർഷിന്റെ അടുത്ത്, ആ സ്വർഗത്തിന്റെ ഉന്നതിയില് നമ്മുടെ ആസിയ ബീവി പ്രാർത്ഥിച്ചതുപോലെ ആ റബ്ബിന്റെ അടുത്ത് അല്ലെ, റബ്ബിബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു സാമീപ്യം, ആ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും നല്ലതാക്കാൻ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കിട്ടുന്ന സമയങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഓർമ്മയിൽ, അള്ളാഹുവിന്റെ ദിക്റിൽ, അള്ളാഹുവിനോടുള്ള ദുആയിൽ നമ്മൾ കഴിച്ചുകൂട്ടുക. ദിക്റുകളെല്ലാം ദുആ തന്നെയാണ് അല്ലെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ധാരാളമായി ദിക്റുകൾ ചെല്ലുക, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ മറന്നു പോകാതെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി റഹ്മാനായ റബ്ബിന്റെ ഇബാദുകളാകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ പരിശുദ്ധ റമദാൻ 1, 2, 3 ദിവസങ്ങളെ ആയുള്ളൂ. അള്ളാഹുവെ, ഇതേപോലെ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസം വരെ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ സെക്കൻഡുകളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അള്ളാഹുവെ. അത് നിന്റെ ദിക്റുകളാൽ സമ്പുഷ്ടമായ നിലയിൽ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ ശിഫ നൽകി, ആശ്വാസം നൽകി, സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കാരണം നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ പരിശുദ്ധ റമദാനിന്റെ എല്ലാ പ്രതിഫലവും, എല്ലാ മഹത്വവും, എല്ലാ ശ്രേഷ്ഠതയും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കും കണക്കില്ലാത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും സാമ്പത്തികമായി കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ ഇങ്ങനെ വല്ലപ്പോഴായിട്ട് ഇങ്ങനെ ആവശ്യങ്ങൾ വന്ന് പറയുന്നു. അല്ലാഹുവേ, എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി നൽകണേ അല്ലാ. എല്ലാവരുടെയും കടബാധ്യതകൾ, എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ റഹ്മാനെ. ഏറ്റവും നല്ല രീതിയിൽ ഈ ദുനിയാവില് നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും അള്ളാഹു എല്ലാ പൈശാചികതകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഹിദായത്തിന്റെ മാർഗത്തിൽ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ
കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അള്ളാഹുവെ. അതിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അള്ളാഹ്. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ. നിന്റെ ഔദാര്യവും നിന്റെ സഹായവും നിന്റെ കാരണവും ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങൾ ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ മരണം വരെ അള്ളാഹുവെ ഈ റമളാനിന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിനക്ക് വഴിപ്പെട്ട് നിന്റെ പ്രിയപ്പെട്ട അടിമകളായി ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് നന്മയുടെ വഴിയിലേക്ക് എത്തിച്ചു തന്ന, ഞങ്ങൾക്ക് മുമ്പേ നടന്ന ഒരുപാട് പേരുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് അള്ളാഹു ഞങ്ങൾക്ക് ഈ നന്മയുടെ വഴിയിലേക്ക് എത്താൻ സാധിച്ചത്. അവർക്കൊക്കെയും ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ കണക്കില്ലാത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഒരുപാട് പേരുണ്ട് അള്ളാഹുവെ. അവർക്കൊക്കെ നീ അവരുടെ വിശാലമാക്കി നൽകണേ അള്ളാഹുവെ. ഞങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾക്കൊക്കെ അവർക്കും അതിന്റെ ഒരു ഓഹരി നൽകി അതിന്റെ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ നന്മയിൽ നടത്തി തന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ദുനിയാവിൽ നീ കരുണ ചെയ്യണേ അള്ളാഹുവെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരലോകത്ത് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ രക്ഷ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥാ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم.